നമസ്കാരം. തീർത്ഥയാത്ര എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കോട്ടയം ജില്ലയിലെ ഒരു ക്ഷേത്രവിശേഷമാണ്. അതിപ്രധാനപ്പെട്ട വളരെയേറെ വിശേഷങ്ങൾ നിറഞ്ഞ ഒരു ക്ഷേത്രത്തിന്റെ വിശേഷമാണ് നിങ്ങൾക്കായിട്ട് അറിയിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കോട്ടയം ജില്ലയിലെ പ്രധാന ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തെക്കുംതല ക്ഷേത്രം. വളരെ പ്രത്യേകതയുള്ള ശിലാ കണ്ണാടി പ്രതിഷ്ഠയാണ് ഇവിടുത്തെ വിഗ്രഹം. പാലാ കൊടുങ്ങൂർ വഴി മുണ്ടൻ കുന്നിന്റെ സമീപ പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെക്കുംതല ഭഗവതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. മകരമാസത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. എന്നിരുന്നാൽ പോലും ഇവിടെ മീനഭരണിയും പ്രധാന ആഘോഷ ദിവസങ്ങളാണ്. ഈ ക്ഷേത്രത്തിൽ ഉപദൈവങ്ങളായി കൊണ്ടമറുകിൽ ഭഗവതി, എണ്ണയ്ക്കാപ്പള്ളി ഭഗവതി, ഗന്ധർവൻ, കാലയക്ഷി, ബാലയക്ഷി, ക്ഷേത്രപാലസ്വാമി, വനദുർഗ, നാഗങ്ങൾ എന്നീ ദേവതകളൊക്കെയുണ്ട്. കുലശേഖര ഭരണകാലത്തുണ്ടായിരുന്ന 13 നാടുകളിൽപ്പെട്ട വെമ്പുലി നാട്ടിലെ രാജാവ് ഐശ്വര്യ സമൃദ്ധിക്കായി കൊടുങ്ങല്ലൂരിൽ നിന്ന് ആവാഹിച്ചു കൊണ്ടുവന്നു ഇപ്പോഴുള്ള വിഗ്രഹം പ്രതിഷ്ഠിച്ചതായിട്ടാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ആക്രമണകാരികളിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ കടത്തനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണിക്കന്മാർക്കും കുറുപ്പന്മാർക്കും ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് ഭഗവതി ദർശനം നൽകി എന്നൊരു വിശ്വാസ കഥയും ഇവിടെ പ്രചാരത്തിലുണ്ട്. അങ്ങനെ കടത്തനാട്ടിൽ നിന്നും എത്തിച്ചേർന്ന പണിക്കന്മാരും കുറുപ്പന്മാരും തുടങ്ങിയ കളരികളുടെ അതിദേവതയും തെക്കുംതല ഭഗവതി തന്നെയാണ്. തെക്കുംകൂർ രാജാവാണ് ക്ഷേത്രം ഇന്നത്തെ സ്ഥിതിയിലേക്ക് പുതുക്കി പണിഞ്ഞത്. സമീപത്തുള്ള ക്ഷേത്രവിശ്വാസികൾ ഇതുവരെയും പോയിട്ടില്ല എങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോകുക. കോട്ടയം ജില്ലയിൽ കൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇവിടുത്തെ ഭഗവതി ശക്തി സ്വരൂപിണിയാണ്. വിശ്വാസികളെ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും അവരുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് നയിക്കുന്നതിന് ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും തെക്കുംതല ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.